ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മോൺസ്റ്ററിൻ്റെ കൂടെയാണ്. അപ്പോൾ മോൺസ്റ്ററിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തായിരുന്നു, ഹോട്ട് എയർ എഞ്ചിൻ്റെ. ഇപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് മോൺസ്റ്റർ നിർമ്മിച്ച പെഡൽ ബോട്ടിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി സപ്പോർട്ട് ചെയ്തായിരുന്നു, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇന്ന് പെഡൽ ബോട്ടിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് കാഴ്ചയിലോട്ട് പോകാം. ഇതൊരു പെഡൽ പവേഡ് ബോട്ടാണ്. പെഡൽ പവേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പെഡല് ഈ ക്രാങ്ക് ഒരു തവണ കറങ്ങുമ്പോൾ നമ്മുടെ ഇതിൻ്റെ പുറയിലെ പ്രൊപ്പല്ലർ 6 തവണ, അതായത് 6:1 റേഷ്യോയിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിനകത്തൊരു ഗിയർ സിസ്റ്റം ഉണ്ട്. ഇത് ഒരു തവണ കറങ്ങുമ്പോൾ പുറയിലെ ഫാൻ 6 തവണ കറങ്ങും. അത് ഈ കപ്പലിനും ബോട്ടിനൊക്കെ ഉപയോഗിച്ചേക്കുന്ന അതേ സിസ്റ്റം തന്നെ ഉപയോഗിച്ചേക്കുന്നത്, കാരണം റഡറും പ്രൊപ്പല്ലറും അങ്ങനെയാണ്. ഇത് സ്റ്റിയറിങ് തിരിക്കുമ്പോൾ പുറയിൽ റഡർ എന്ന് പറയുന്ന ഇതാണ് വർക്ക് ചെയ്യുന്നത്. അത് തിരിക്കുമ്പോൾ കാണിച്ചു തരാം, കാണാമല്ലോ അല്ലേ? ഈ ബോട്ട് 100 കിലോ വെയിറ്റ് പിടിക്കും. 100 കിലോ വരെ പിടിക്കും. നമ്മൾ പൈപ്പിൻ്റെ എണ്ണം കൂട്ടുകയാണെങ്കിൽ പൈപ്പിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ അതിനനുസരിച്ച് വീണ്ടും വെയിറ്റ് നമുക്ക് കയറ്റാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഒരാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉള്ളതുണ്ടായി ഈ 2 പൈപ്പ്. ഇത് 2 പൈപ്പാണ്. 6 മീറ്ററിൻ്റെ ഒരു പൈപ്പ്, അത് പകുതിയാക്കിയത്. അങ്ങനെ 2 പൈപ്പാണ് മൊത്തത്തിൽ 4 പീസായിട്ട് കാണുന്നു. 8 ഇഞ്ചിൻ്റെ കട്ടിയുള്ള പൈപ്പേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും വെയിറ്റ് വരുമ്പോൾ ഇത് ചളുക്കം ഉണ്ടാകും. പിന്നെ ഇതിനകത്തെ സ്പേസ് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തെ സ്പേസ് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും വീശാനായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഇത് ഇവിടെ നമുക്ക് വാട്ടർ ബോട്ടിലൊക്കെ ഇടാം, പിന്നെ വേറെ എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും. ഒരു സ്റ്റോറേജ് പോലെ ഇത് ഉപയോഗിക്കുന്നു. അത് സീറ്റും കൂടാം, സീറ്റ് ആക്കി വെക്കാം. പിന്നെ ഇതിന് ഹെഡ്ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാറ്ററി ഊരി വെച്ചേക്കുന്നുണ്ട്. അകത്തും ലൈറ്റ് ഉണ്ടായിരുന്നു, പുറത്ത് ഹെഡ്ലൈറ്റും ഉണ്ടായിരുന്നു. ബാറ്ററിയും ബൾബൊക്കെ ഊരി വെച്ചിരിക്കുക. ഇത് താക്കോലില്ലാതെ ഇത് വർക്ക് ചെയ്യത്തില്ല, കാരണം ഇതിൻ്റെ നമ്മൾ പെഡല് പിന്നെ ലോക്കാവും. അപ്പം കാരണം ഇത് നമ്മളെവിടെയെങ്കിലും പൂട്ടിയിടുമായിരുന്നു ആണെങ്കിൽ ഇത് ആരും എടുത്തുകൊണ്ട് പോയിരിക്കാൻ വേണ്ടിയാണ്. അത് താക്കോലിട്ട് തുറന്നെങ്കിലേ പെഡല് ഓപ്പൺ ആകത്തില്ലേ. അപ്പോൾ നമ്മൾ താക്കോലൊന്നിടാം. ഓപ്പണായി. ഇത് ഈ നീഡിൽ ഈ 0 പോയിൻ്റ് നിൽക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ റഡർ എന്ന് പറയുന്ന സാധനം ഇവിടെ വെള്ളത്തിലാണ്, അത് ലെവലായിരിക്കും. അതായത് നമ്മൾ കരയ്ക്ക് വിടുന്നൊരു വാഹനമാകുമ്പോൾ നമുക്ക് വണ്ടി ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാകും. ഇത് വെള്ളത്തിലായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ റഡറിൻ്റെ ആ ലെവലൊന്ന് അറിയാൻ വേണ്ടിയാണ് ഈ നീഡിൽ ഉപയോഗിക്കുന്നത്. ഇതിപ്പം സ്ട്രൈറ്റ് പോയിന്റിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് മുന്നേക്ക് പോകാം.
പിന്നെ ലോക്ക് സിസ്റ്റം കാണിച്ചല്ലോ. ലോക്ക് ഇതൊരു സെൻട്രൽ ലോക്കാണ്. ഇതിൻ്റെ ഗിയറിന് ഉള്ളിലാണ് ഇത് ലോക്ക് വീഴുന്നത്. അതായത് ഇങ്ങനെ ചെയ്യേണ്ട ഇപ്പോൾ ഈ പെഡൽ ഇനി കറങ്ങത്തില്ല. അത് ഇത് ഓപ്പൺ ചെയ്തെങ്കിൽ കറങ്ങും. ഇത്രയാണ് ഇതിനകത്ത് ഉള്ളിലെ സിസ്റ്റം. ഇനി ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നെന്നുള്ളതിൻ്റെ ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ഇറങ്ങി അങ്ങനെ കാണിച്ചു തരാം. ഇത് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ആർക്കെങ്കിലും ഇത് നിർമ്മിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് കാണിക്കുന്നത്. ഒന്ന് പോക്കട്ടെ, കാണാം. ഇതാണ് ഫാൻ. ഇതിങ്ങനെ കറങ്ങുമ്പോഴാണ് ബോട്ട് മുന്നോട്ട് പോകുന്നത്. ഇത് റഡർ എന്ന് പറയുന്ന സാധനം ഇതാണ് നിയന്ത്രിക്കുന്നത്, ദിശ നിയന്ത്രിക്കുന്ന ഇതാണ്. അതാ കപ്പലിനും ബോട്ടിനും ഒക്കെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഈ സിസ്റ്റം തന്നെയാണ്.
അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ മോൻസി ചേട്ടൻ തന്നെ ഇനിയും ഒത്തിരി വീഡിയോ ചെയ്യാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വരാം.